വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ തിരുവചനങ്ങൾ. തൻ്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ജെറുസലേമിലേക്ക് പോവുകയാണ്. താൻ ഒറ്റിക്കൊടുക്കപ്പെടുമെന്നും ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമെന്നും മരണവിധി വാചകം കേൾക്കേണ്ടി വരുമെന്നും അനീതിയും അപമാനവും ഏൽക്കേണ്ടി വരുമെന്നും മുൾക്കിരീടം അണിയിക്കേണ്ടി വരുമെന്നും ഒടുവിൽ മരിക്കേണ്ടി വരുമെന്നും എല്ലാം ശിഷ്യന്മാരോട് പറയുകയാണ്. സബദിപുത്രന്മാരുടെ മാതാവിൻ്റെ അഭ്യർത്ഥനയോടുള്ള പ്രതികരണത്തിൽ ഇക്കാര്യം കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. ജീവിതത്തിലെ സഹനങ്ങളെല്ലാം രോഗവും തെറ്റിദ്ധാരണയും ദാരിദ്ര്യവും യേശുവിൻ്റെ പാനപാത്രത്തിൽ പങ്കുചേരുന്ന അവസരങ്ങളാണല്ലോ. അത് പാനം ചെയ്യാനുള്ള ശക്തിക്കായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. പീഡാനുഭവത്തിൽ പങ്കുചേരാതെ ഈശോയുടെ ശിഷ്യരാകുക സാധ്യമല്ല. നമ്മെ ജീവിതാർത്ഥമായ ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ.